GST പരിഷ്കാരങ്ങൾ രാജ്യത്ത് പ്രാബല്യത്തിൽ. GST നിരക്കുകൾ കുറച്ച നടപടി ഓരോ കുടുംബത്തിനും ജീവിത ചെലവ് കുറയ്ക്കാനും ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും വഴിയൊരുക്കുന്നു. 5%, 18% എന്നീ രണ്ട് സ്ലാബ് സംവിധാനത്തിലേക്കുള്ള മാറ്റം മുമ്പുണ്ടായിരുന്ന 12%, 28% എന്നീ സ്ലാബുകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ്. പുതിയ പരിഷ്കരണത്തിന്റെ പ്രയോജനം വർഗ തൊഴിൽ ഭേദമില്ലാതെ എല്ലാവരിലേക്കും സമാന തോതിൽ എത്തിച്ചേരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ഒപ്പം സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ആഹ്വാനവും അദ്ദേഹം രാഷ്ട്രത്തോട് നടത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ലളിതവൽക്കരിച്ച ദ്വിതല നികുതി നിരക്കുകൾ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. GST പരിഷ്കാരങ്ങൾ രാജ്യവ്യാപകമായ ഒരു സമ്പാദ്യോത്സവത്തിന് തുടക്കമിടുമെന്നും അത് സാമ്പത്തിക വളർച്ചയുടെ പുതിയ കുതിപ്പിന് കാരണമാകുമെന്നും രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടുത്ത തലമുറ GST പരിഷ്കരണത്തിന് കീഴിൽ ഭൂരിഭാഗം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും 5%, 18% എന്നീ രണ്ട് നികുതി നിരക്കുകളാണ് ബാധകമാവുക. GST നിരക്കിലെ കുറവ് സാധാരണക്കാർക്ക് വ്യക്തിഗത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് എളുപ്പമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इस GST बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी सभी को ये बचत उत्सव का बहुत फायदा होगा. यानी त्योहारों के इस मौसम में सबका मुंह मीठा होगा. देश के हर परिवार की खुशियां बढ़ेगी. मैं देश के कोटि-कोटि परिवारजनों को नेक्स्ट जनरेशन GST रिफॉर्म्स की और इस बचत उत्सव की बहुत बहुत बधाई देता हूं, शुभकामनाएं देता हूं. MSME-കളിൽ നിന്ന് ഉയർന്ന പ്രതീക്ഷകൾ പുലർത്തുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന നിലയിൽ അവയുടെ ചരിത്രപരമായ പങ്ക് അടിവരയിടുകയും ചെയ്തു. കുറഞ്ഞ GST നിരക്കും ലളിതമായ നടപടിക്രമങ്ങളും രാജ്യത്തെ MSME-കൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും കുടിൽ വ്യവസായങ്ങൾക്കും വലിയ തോതിൽ പ്രയോജനപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. GST പരിഷ്കാരങ്ങൾ ഈ മേഖലകളിലെ വിൽപ്പന വർദ്ധിപ്പിക്കുകയും നികുതി ഭാരം കുറയ്ക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. हमारे MSMEs यानी हमारे लघु, मध्यम और कुटीर उद्योगों पर भी है, जो देश के लोगों की जरूरत का है, जो हम देश में ही बना सकते हैं, वो हमें देश में ही बनाना चाहिए. സ്വദേശി എന്ന സന്ദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്നതുപോലെ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള യാത്രയ്ക്കും അത് ഊർജ്ജമേകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഓരോ വീടും സ്വദേശിയുടെ പ്രതീകമായി മാറണമെന്നും എല്ലാ കടകളും തദ്ദേശീയ വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ഞാൻ സ്വദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന ഈ മനോഭാവം ഓരോ പൗരനിലും അന്തർലീനമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാന സർക്കാരുകളോടും പൂർണ്ണ ഊർജ്ജത്തോടും ഉത്സാഹത്തോടും കൂടി തങ്ങളുടെ പ്രദേശങ്ങളിലെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് ക്യാമ്പയിന് സജീവ പിന്തുണ നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. देश की स्वतंत्रता को जैसे स्वदेशी के मंत्र से ताकत मिली, वैसे ही देश की समृद्धि को भी स्वदेशी के मंत्र से ही शक्ति मिलेगी. आज जाने अनजाने हमारी रोजमर्रा की जिंदगी में बहुत सी विदेशी चीजें जुड़ गई है, हमें पता तक नहीं है. हमारे जेब में कंघी विदेशी है कि देसी हमें पता ही नहीं है. हमें इनसे भी मुक्ति पानी होगी.
हम वो सामान खरीदें जो मेड इन इंडिया हो, जिसमें हमारे देश के नौजवानों की मेहनत लगी हो। ഈ വർഷം 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമാക്കിയതിലൂടെ സർക്കാർ ഇടത്തരക്കാരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുകയും സുഗമമാക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആദ്യം ആദായ നികുതി ഇളവിലൂടെയും ഇപ്പോൾ കുറഞ്ഞ GSTയിലൂടെയും ഇവർക്ക് ഇരട്ടി നേട്ടം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലളിതവൽക്കരിച്ച നികുതി സമ്പ്രദായത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി 2017 സ്വീകരിച്ച GST പരിഷ്കരണത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി വിശേഷിപ്പിച്ചു. പതിറ്റാണ്ടുകളായി രാജ്യത്ത് നിലനിന്നിരുന്ന എൻട്രി ടാക്സ്, സെയിൽസ് ടാക്സ്, എക്സൈസ്, വാറ്റ്, സർവീസ് ടാക്സ് തുടങ്ങിയവ ഉൾപ്പെട്ടിരുന്ന സങ്കീർണമായ നികുതി ഘടനയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. അക്കാലത്ത് ഒരു നഗരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പോലും വിവിധ ചെക്ക് പോസ്റ്റുകൾ കടക്കേണ്ടതുണ്ടായിരുന്നു. നിരവധി ഫോമുകൾ പൂരിപ്പിക്കേണ്ടി വന്നിരുന്നു. ഓരോ സ്ഥലത്തുമുള്ള വ്യത്യസ്ത നികുതി നിയമങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ വ്യാപാരികളുടെ മനസ്സ് മടുത്തിരുന്നു. 2014 ഒരു വിദേശ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ഒരു ഉദാഹരണം പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്റെ വ്യക്തിപരമായ ഓർമ്മയും ജനങ്ങളോട് പങ്കുവച്ചു. ബംഗളൂരുവിൽ നിന്നും 570 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഹൈദരാബാദിലേക്ക് സാധനങ്ങൾ അയക്കാൻ ഒരു കമ്പനി നേരിടുന്ന വെല്ലുവിളികളാണ് ആ ലേഖനം വിവരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് യൂറോപ്പിലേക്കും പിന്നീട് അവിടെ നിന്ന് ഹൈദരാബാദിലേക്കും സാധനങ്ങൾ അയക്കുന്നതായിരുന്നു അവർക്ക് എളുപ്പമെന്ന് ആ ലേഖനം സമർത്ഥിച്ചിരുന്നു. ഓരോ പൗരനിലേക്കും GST ആനുകൂല്യങ്ങളുടെ പുതിയ തരംഗമെത്തുമെന്നും വ്യക്തമാക്കിയ പ്രധാനമന്ത്രി GST പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചാഗാഥയ്ക്ക് വേഗം പകരുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.